മലപ്പുറത്തു നിന്നൊരു ഒരു ദാരുണ സംഭവത്തിന്റെ വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മലപ്പുറം വൈലത്തൂരിൽ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി 9 വയസ്സുകാരനു ദാരുണാന്ത്യം. വൈലത്തൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിജയകുമാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ മുഹമ്മദ് സിനാൻ വൈകുന്നേരം 4 മണിയോട് കൂടി പള്ളിയിലേക്ക് നമസ്കാരത്തിനായി പോകുകയായിരുന്നു. സാധാരണഗതിയിൽ അയൽ വീട്ടിലെ ഈ റിമോട്ട് കൺട്രോൾ ഗേറ്റ് സ്വയം തുറന്ന് സിനാൻ ഇതുവഴി തന്നെയാണ് പോകാറ്. എന്നാൽ ഇന്ന് ഈ സിനാനെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയ സിനാനെ പിന്നീട് ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ കാണുകയായിരുന്നു. ഉടൻ തന്നെ സിനാനെ രക്ഷപ്പെടുത്തി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിന് മുന്നേ തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അതായത് സിനാൻ പതിവായി പോകുന്ന ഗേറ്റാണിത്. പിന്നീട് സ്വയം തന്നെ സിനാൻ തുറന്ന ഗേറ്റുമാണ്. പിന്നീട് എങ്ങനെയാണ് അതിനുള്ളിൽ കുടുങ്ങിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അയൽ വീട്ടിലെ ഗേറ്റാണ്. അയൽ വീട്ടിലാണെങ്കിൽ നിലവിൽ ആൾത്താമസവും ഇല്ല. ഏതാനും ദിവസമായി അവർ വിദേശത്ത് കഴിയുകയാണ്. സിനാൻ ഇതുവഴി സ്ഥിരം പോകുന്ന ഒരാൾ കൂടിയാണ്. പിന്നീട് എങ്ങനെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ സിനാന്റെ മൃതദേഹമുള്ളത് മലപ്പുറം കോട്ടക്കലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ്. നാളെ രാവിലെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാളെ തന്നെ കബറടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, മലപ്പുറം വൈലത്തൂരിൽ നിന്നാണ് ഈ അതിദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു 9 വയസ്സുകാരൻ. വൈലത്തൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ സജില ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിനാൻ. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.